എല്ലാവർക്കും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയിൽ അധികമായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, ഏത് ലാംഗ്വേജ് ആണ് പഠിക്കാൻ എളുപ്പമെന്നും ഏത് ലാംഗ്വേജ് പഠിച്ചാലാണ് ഭാവിയിൽ മികച്ച ജോലി കിട്ടുക എന്നും. നിലവിലെ റിക്രൂട്ട്മെന്റ് സർവേ അനുസരിച്ചും എമർജിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഒന്നാമതായി നിൽക്കുന്ന പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പഠിക്കാൻ എളുപ്പവും ജോലി സാധ്യത കൂടിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു ഘടകം എന്തെന്നാൽ, ഒരു പൈതൺ ഡെവലപ്പറിന്റെ വാർഷിക ശമ്പളം 4 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ്. ഇതുമൂലമാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഇത്രയധികം ജനപ്രീതി ഉണ്ടായത്. 2019 സർവേ പ്രകാരം 84% ആളുകളും മെയിൻ ലാംഗ്വേജായി ഉപയോഗിക്കുന്നത് പൈതണാണ്. IT മേഖലയിലെ മികച്ച 10 ജോലികളിൽ മുന്നിട്ട് നിൽക്കുന്ന AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്ന ഉദ്യോഗമാണ്. 3 വർഷത്തിനിടെ 344% വളർച്ചയാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഇത്തരം മേഖലകളിൽ 80% ഉപയോഗിക്കുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ, പൈതൺ ആണ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ സർവകലാശാലകളിലും ആദ്യം പഠിപ്പിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. IEEE സർവേ പ്രകാരം ലോകത്ത് ഏറ്റവും പോപ്പുലറായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈതൺ ആണ്. മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും ഇല്ലാത്ത എന്തൊക്കെ സവിശേഷതകളാണ് പൈതണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പൈതൺ ലാംഗ്വേജിന്റെ തുടക്കം 1980 അവസാനം ഗ്യൂഡോ വാൻ റോസം തന്റെ ക്രിസ്മസ് അവധിക്കാലത്ത് തുടങ്ങിവെച്ച പ്രോജക്റ്റാണ് പൈതൺ. അക്കാലത്ത് അദ്ദേഹം സെൻട്രൽ വെസ്കുൻഡെ ആൻഡ് ഇൻഫോമാറ്റിക്ക CWI നെതർലാൻഡ്സിന്റെ ABC പ്രോഗ്രാം ലാംഗ്വേജിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ABCയുടെ എല്ലാ നല്ല ഫീച്ചേഴ്സും അദ്ദേഹം പൈത്തൺ പ്രോഗ്രാമിംഗിൽ ഉൾപ്പെടുത്തി. മാത്രമല്ല, ABCയുടെ ഇഷ്ടപ്പെടാത്ത പലതിനെയും അദ്ദേഹം പരിഷ്കരിച്ച് ഉപയോഗിക്കാനും ശ്രമിച്ചു. മോണ്ടി പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസ് എന്ന ബ്രിട്ടീഷ് സർക്കസ് കോമഡി സീരീസിൽ നിന്നാണ് ഈ ഭാഷയുടെ പേര് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. 1970കളിൽ ഈ കോമഡി BBCയിൽ സംപ്രേഷണം ചെയ്തു. ഈ പരമ്പര അദ്ദേഹത്തിന് നല്ലൊരു വിനോദമായിരുന്നു. ഹ്രസ്വവും അതുല്യവും ചെറുതുമായ എന്നാൽ കുറച്ച് നിഗൂഢത കൂടിയുള്ള ഒരു പേര് വേണമെന്ന് വാൻ റോസ്ട്രം കരുതി. അതിനാൽ ഈ പ്രോഗ്രാമിങ്ങിനെ പൈതൺ എന്ന് വിളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ന് എല്ലാ സോഫ്റ്റ്വെയർ മേഖലകളിലും പൈതൺ ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, API ഡെവലപ്മെന്റ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്, വെബ് സ്ക്രാപ്പിംഗ്, ഇന്ററാക്റ്റീവ് ഗെയിം ഡെവലപ്മെന്റ് തുടങ്ങിയ സകല മേഖലകളിലും ഇന്ന് പൈതൺ ഉപയോഗിക്കുന്നു. മറ്റ് ലാംഗ്വേജുകളിൽ നിന്ന് എന്തൊക്കെ പ്രത്യേകതകളാണ് പൈതൺ ലാംഗ്വേജിന് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി, പൈതൺ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. സാധാരണ ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അത് എന്തുതരം വേരിയബിൾ ആണെന്നും അതിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യപ്പെടുക എന്നതും മുൻപേ പറഞ്ഞു കൊടുക്കണം. പൈതൺ ലാംഗ്വേജിൽ വേരിയബിൾ ഡെഫിനിഷൻ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറി മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. വേറെ ഒരു ലാംഗ്വേജും അറിയാത്ത ഒരാൾക്ക് വളരെ വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അടുത്തതായി, പൈതൺ ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സാധാരണ C++, ജാവ ഇവയിൽ നിന്ന് വ്യത്യസ്തമായി പൈതൺ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അവ അഡീഷണലായി ഒരു കമ്പൈലർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പൈതൺ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ പൈതൺ കോഡിനെ കൺവേർട്ട് ചെയ്തു bytecode.pyc ഫയലിന്റെ രൂപത്തിൽ ആക്കി മാറ്റുകയും അതിനെ ഒരു കമ്പൈൽഡ് വെർച്വൽ മെഷീൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ അത് ഓരോ കോഡും ലൈൻ ബൈ ലൈൻ ആയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എറർ വന്നാൽ വളരെ വേഗത്തിൽ തിരുത്താൻ സാധിക്കും. അടുത്തതായി, പൈതൺ പോയിന്ററുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ജാവ, C++ ലാംഗ്വേജുകളുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഒരു വേരിയബിളിന് മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് സൂക്ഷിക്കാനുമുള്ള കഴിവ്. ഈ സവിശേഷതയാണ് പോയിന്റർ എന്ന് പറയുന്നത്. പൈതണിൽ പോയിന്റർ യൂസ് ചെയ്യുന്നില്ല. പൈതണിൽ എല്ലാ വേരിയബിൾസും ഒബ്ജക്റ്റായാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്ററിന്റെ ആവശ്യകത ഇവിടെ വരുന്നില്ല. അടുത്തതായി, പൈതൺ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള രസകരമായ മറ്റൊരു വസ്തുതയാണ് ഫംഗ്ഷൻ അൺപാക്കിംഗ്. ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വാല്യൂസും കേവലം ഒരു സ്റ്റാർ ഉപയോഗിച്ച് അൺപാക്ക് ചെയ്യാൻ സാധിക്കും. അൺപാക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലിസ്റ്റിലുള്ള എല്ലാ വാല്യൂസിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നതാണ്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പോലെ ഒരു ലിസ്റ്റിലെ വാല്യൂസിനെ പുറത്തെടുക്കാൻ ഒരു ലൂപ്പിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അടുത്തതായി, പൈതണ് C, ജാവ വേരിയന്റുകളുണ്ട്. ഒരു സ്വതന്ത്ര പ്രോഗ്രാമിംഗ് ഭാഷയായിരുന്നിട്ടും
സി, ജാവ പ്രോഗ്രാമിംഗ് ഭാഷകൾക്കായി പൈതൺ വേരിയന്റുകളുണ്ട്. സി വേരിയന്റിനെ സി പൈതൺ എന്നറിയപ്പെടുന്നു. ഇത് പൈതൺ സിയുടെ ഗുണങ്ങൾ നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സി പൈത്തണ് ഇന്റർപ്രറ്ററായും കമ്പൈലറായും ഒരേ സമയം പ്രവർത്തിക്കാൻ സാധിക്കും. പൈതന്റെ ജാവ വേരിയന്റിനെ ജൈത്തൺ എന്നാണ് വിളിക്കുന്നത്. ഉൽപാദനക്ഷമത പോലുള്ള ജാവയുടെ ചില പ്രധാന പ്രത്യേകതകൾ ഇത് കൊണ്ടുവരുന്നു. ഒപ്പം ഒരു വെർച്വൽ മെഷീനിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഗൂഗിളിലെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് പൈതൺ. ഗൂഗിളിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പ്രോഗ്രാമിംഗ് ഭാഷകളിൽ ഒന്നാണ് പൈതൺ. വലുതും സങ്കീർണവുമായ പ്രോജക്റ്റുകൾ വികസിപ്പിക്കുമ്പോൾ പോലും ഉപയോഗിക്കാൻ എളുപ്പമുള്ള ലാംഗ്വേജ് ആയതുകൊണ്ടാണ് പൈതൺ ഉപയോഗിക്കുന്നത്. അതിന് ഒരു ഉദാഹരണമാണ് ഗൂഗിൾ സെർച്ച്, യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ പൈതൺ തിരഞ്ഞെടുത്തത്. അടുത്തതായി ഫയൽ സെർവർ നിർമ്മിക്കാനുള്ള കഴിവ്. പൈതണിൽ ഒരു ഇൻബിൽറ്റ് വെബ് സെർവർ ഉണ്ട്. സിമ്പിൾ HTTP സെർവർ എന്നാണ് ആ പാക്കേജിന്റെ പേര്. ഇത് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സെർവർ ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. സിമ്പിൾ HTTP സെർവർ ഉപയോഗിച്ച് നെറ്റ്വർക്കിലുള്ള ഏത് ഉപകരണത്തിനും നിങ്ങളുടെ PC-യിൽ നിന്ന് ഫയലുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. മുകളിൽ പറഞ്ഞ പലതും പൈതന്റെ മാത്രം സവിശേഷതയാണ്. ആദ്യമായാണ് നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായും പൈതൺ തന്നെ തിരഞ്ഞെടുക്കുക. അനന്ത സാധ്യതകളുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് പൈതൺ. പൈതൺ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. ആയതിനാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എഴുതിയ കോഡ് വേറെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. നിങ്ങൾക്ക് പൈതൺ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ടെക് റിലേറ്റഡായ കൂടുതൽ വാർത്തകളും വിവരങ്ങളും ലഭിക്കാൻ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ടെക് സംബന്ധമായ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.